ഗുഡ് ഈവനിങ്, കെ ഡി പ്രൊഡക്ട്സ് ഓഫീസ്. എനിക്ക് കെ ഡിയോടൊന്ന് സംസാരിക്കണം. കെ ഡി ഉണ്ടോ? അദ്ദേഹം ഇപ്പോൾ ഓഫീസിൽ. ആരാ സംസാരിക്കുന്നത്? എൻ്റെ പേര് ഡോക്ടർ സുശീൽ ഭാരതി. ഞാൻ കെ ഡിയുടെ സുഹൃത്താ. എങ്കിൽ ഞാൻ പിന്നീട് വിളിച്ചോളാം. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ നമ്പർ പറഞ്ഞോളൂ. അദ്ദേഹം വരുമ്പോൾ ഞാൻ... ഹലോ ഹലോ. ഹായ് വരുൺ. ഹായ് സർ. സർ, ഏതൊരു സുശീൽ ഭാരതിയുടെ ഫോൺ വന്നിരുന്നു. ആരുടെ? ഡോക്ടർ സുശീൽ ഭാരതി. Are you sure you heard the name right? വരുൺ, ഇത് നടക്കാത്ത കാര്യമാണ്. ഡോക്ടർ സുശീൽ ഭാരതി എൻ്റെ വർഷങ്ങൾ മുമ്പുള്ള കൂട്ടുകാരനായിരുന്നു. 3 കൊല്ലം മുമ്പ് ഒരു പ്ലെയിൻ ക്രാഷിൽ അദ്ദേഹം അന്തരിച്ചു. വാട്ട്? അദ്ദേഹം എങ്ങനെ ഫോൺ ചെയ്യും? സർ, പക്ഷേ അയാൾ ഈ പേര് തന്നെയാണ് പറഞ്ഞത്. ഇതാ നോക്കൂ, ഞാൻ എഴുതിയിട്ടുമുണ്ട്, ഡോക്ടർ സുശീൽ ഭാരതി. പക്ഷെ അയാൾ എനിക്ക് നമ്പർ പറഞ്ഞു തന്നില്ല. ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഡോക്ടർ ആവാം അതേ പേരിൽ. അല്ലെങ്കിൽ ആരെങ്കിലും കളിപ്പിച്ചതാവാം. കളിപ്പിച്ചതോ? ചിലപ്പോ അങ്ങനെ ആവാം സർ. പക്ഷെ സാർ, ആ മനുഷ്യൻ വിക്കിയാണ് സംസാരിച്ചത്. വിക്കിട്ടാണെങ്കിൽ അത് ഡോക്ടർ ഭാരതിക്കും ഉണ്ടായിരുന്നു. How is it possible? അങ്ങനെ സംഭവിക്കില്ല. ഒരു കാര്യം ചെയ്യൂ വരുൺ. മരടിൽ ഡോക്ടർ ഭാരതിയുടെ ഡെന്റൽ പോളിക്ലിനിക് ഉണ്ട്. അതിപ്പോൾ അയാളുടെ ഭാര്യയാണ് നടത്തുന്നത്, ഡോക്ടർ സ്നേഹ. ചെന്നൊന്ന് അന്വേഷിക്കുക കാര്യമെന്താണെന്ന്. റൈറ്റ് സർ. അപ്പോ എന്നെ ഇവിടുന്ന് ഇറക്കി വിടണോ നിങ്ങക്ക്? നിനക്കറിയാലോ എന്നെ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. സുശീൽ പോയതിനു ശേഷം നിങ്ങളല്ലേ ഈ ക്ലിനിക്ക് നോക്കി നടത്തിയതും? എന്നെ നോക്കി ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. ഞാൻ നിന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. ജീവിതകാലം മുഴുവൻ. ആരാ നിങ്ങൾ? ഹായ്, എൻ്റെ പേര് വരുൺ. അഡ്വക്കേറ്റ് കെ ഡി പടക്കിന്റെ അസിസ്റ്റന്റ് ആണ്. അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഡോക്ടർ സ്നേഹ ഭാരതി, റൈറ്റ്? യെസ്. നിങ്ങൾ? ഞാൻ ഡോക്ടർ അഭിമന്യു. എന്താ കാര്യം? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കണമായിരുന്നു. ഈ ഇടയ്ക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ ഫോൺ വന്നിരുന്നോ? എന്താ? എന്റെ ഭർത്താവോ? എന്താ നിങ്ങൾ പറയുന്നത്? ഇവരുടെ ഭർത്താവ് 3 കൊല്ലം മുമ്പ് മരിച്ചു കഴിഞ്ഞു. എനിക്കറിയാം, പ്ലെയിൻ ക്രാഷ് ആയിരുന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവ് ഡോക്ടർ സുശീൽ ഭാരതിയുടെ ഫോൺ വന്നിരുന്നോ? എന്ത് ഭ്രാന്തായത്? എന്ത് തമാശ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആരകത്തേക്ക് കടത്തി വിട്ടത്? Just get out from here. ഞാൻ തമാശ പറയുന്നതല്ല. ഇന്നലെ രാത്രി കെ ഡി സാറിന് ഒരു ഫോൺ വന്നിരുന്നു. അയാൾ പറഞ്ഞത് ഡോക്ടർ സുശീൽ ഭാരതിയാണ്. നിന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. നാണോ ഇല്ലേ ഒരു വിധവയോട് അവരുടെ ഭർത്താവിനെ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ? I'm really sorry. ഞാൻ കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഞാൻ കരുതിയത് ഡോക്ടർ സുശീൽ ഭാരതിയുടെ ഭാര്യയ്ക്ക് അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമാവുന്ന. പക്ഷെ അവരെന്നോട് ദേഷ്യപ്പെടുക ചെയ്തത്. സാറ് പറഞ്ഞാണ് ശരി. ഇതൊക്കെ ആരുടെ തമാശയാ? വരുൺ, എനിക്കന്ന് വന്ന ഫോൺ അത് ബ്ലൂ പേൾ കോട്ടേജിൽ നിന്നുമാണ്. ഒന്ന് ചെക്ക് ചെയ്യൂ ആരാണെന്ന്. യെസ് സർ. സർ,
മിസ്റ്റർ കെ ഡി പാഠക്. യെസ്, ഇരിക്കൂ. താങ്ക് യു. ഞാൻ കേട്ടത് നിങ്ങൾ ഇതുവരെ ഒരു കേസും തോറ്റിട്ടില്ല എന്നാണ്. ഇത് എന്റെ പരിചയപ്പെടുത്തലായി. നിങ്ങളെ പരിചയപ്പെടുത്തൂ. ഞാൻ DN സൈഗാൾ. എന്റെ മകളുടെ കേസുമായിട്ടാണ് വന്നത്. ഷർമിള. അവളെ കൊലക്കുറ്റത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഐ സേ. ആരുടെ കൊലയാണ് നടന്നത്? ഒരു മനുഷ്യൻ, അയാൾ അവൾക്ക് അറിയാമായിരുന്നു. ഏതോ നരേഷ്. എവിടെയാ കൊല നടന്നത്? അത് ബ്ലൂ പേൾ കോട്ടേജ്, കോട്ടേജ് നമ്പർ 32. റിയലി? നരേഷ് കുമാർ പൂനെയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആയിരുന്നു. ഇവിടെ എന്താ ബിസിനസ് ആവശ്യത്തിന് വന്നതാണ്. ഇത് അയാളുടെ ബോഡിയുടെ ഫോട്ടോ. ഇറ്റ്സ് ഇംപോസിബിൾ. രവി, ഇത് നരേഷ് കുമാർ അല്ല, ഇത് ഡോക്ടർ സുശീൽ ഭാരതിയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നതാണ്. കേടി, ഒരുപക്ഷെ ഇയാൾക്ക് 2 പേരുകളുണ്ടാവും. അല്ല രവി, 3 വർഷങ്ങൾക്ക് മുമ്പ് പ്ലെയിൻ ക്രാഷിൽ ഇയാളുടെ മരണം സംഭവിച്ചതാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഒരാളുടെ തന്നെ 2 മരണം. അപ്പോൾ നിങ്ങൾക്ക് നരേഷ് കുമാറിനെ എത്ര നാളായിട്ട് അറിയാം? ഒരു 3 വർഷങ്ങളായിട്ട് പരസ്പരം അറിയാം. അയാളുടെ ഒരു കോൺഫറൻസിൽ വെച്ച് തമ്മിൽ കണ്ടതാണ്. നിങ്ങൾക്ക് ഡോക്ടർ സുശീൽ ഭാരതി അറിയാമായിരുന്നോ? ഇല്ലല്ലോ. ആരാണിത്? ഇത് നരേഷ് കുമാറിന്റെ ഫോട്ടോ, ഇത് ഡോക്ടർ സുശീൽ ഭാരതിയുടെ ഫോട്ടോ. പക്ഷേ ഇത് രണ്ടും ഒന്നാണ്. അതെ. മൈ ഗോഡ്. വളരെ അത്ഭുതകരമായ കാര്യമാണ്. എയർലൈൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ പ്ലെയിൻ ക്രാഷിൽ സുശീൽ ഭാരതിയുടെ മരണം സംഭവിച്ചതാണെന്ന്. 3 വർഷം കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ നിന്ന് നരേഷ് കുമാറിന്റെ ഡെഡ് ബോഡി ലഭിക്കുന്നു. അയാളുടെ അതേ രൂപസാദൃശ്യം തോന്നുന്നയാൾ. യുവർ ഓണർ, രൂപം മാത്രമല്ല ഒരുപോലെ തോന്നിച്ചത്, പക്ഷെ ശബ്ദവും ശൈലിയും അതും ഒരുപോലെയായിരുന്നു. ഒരാളെന്നെ ഡോക്ടർ സുശീൽ ഭാരതി എന്ന പേരിൽ ഫോൺ ചെയ്തിരുന്നു. ഡോക്ടർ ഭാരതി വിക്കി സംസാരിക്കാറുള്ളതുപോലെ അതുപോലെ തന്നെ വിക്കി സംസാരിച്ചു. എനിക്ക് സംശയമുണ്ട് ആ ആൾ സുശീൽ ഭാരതി തന്നെയായിരുന്നു എന്ന്. പക്ഷെ ഇതെങ്ങനെ സംഭവ്യമാകും കേടി? അപ്പോൾ പിന്നെ സുശീൽ ഭാരതിയുടെ മരണം ആ പ്ലെയിൻ ക്രാഷിൽ സംഭവിച്ചിട്ടില്ലായിരുന്നോ? ചോദ്യം ഉയരുന്നത് ഇതാണ്. അന്ന് അയാൾ പ്ലെയിൻ ക്രാഷിൽ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ പിന്നെ 3 വർഷമായിട്ട് മറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റ് മിസ്റ്റർ പാഠക്, ഈ കേസിൽ ഇഷ്യൂ അതല്ല. ഡോക്ടർ സുശീൽ ഭാരതിയും നരേഷ് കുമാറും ഒരു വ്യക്തിയോ 2ഓ 3ഓ എന്നതല്ല. ഈ കേസിൽ ഇഷ്യൂ ഇതാണ്. ഒരു വ്യക്തിയുടെ മരണം സംഭവിച്ചു, അയാൾ മരണപ്പെട്ടത് മിസ് ഷർമിളയുടെ കൈകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ വാക്കുകൾ ശരിയാണ് പ്രോസിക്യൂട്ടർ മാഡം. പക്ഷെ നിങ്ങൾക്കിത് തോന്നുന്നില്ലേ മരണപ്പെട്ട ആളുടെ അസ്തിത്വം നമ്മൾ അറിയണമെന്ന്, അയാളുടെ വിവരങ്ങൾ അറിയണമെന്ന് കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ്? മിസ്റ്റർ പാഠക്, യെസ്. ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളില്ലേ, അത് സോൾവ് ചെയ്യാം. ഓഫ് കോഴ്സ്, ഗോ അഹെഡ്. എങ്കിൽ മിസ് ഷർമിള, നിങ്ങൾ അയാളെ നരേഷ് കുമാർ എന്ന പേരിൽ തന്നെയല്ലേ അറിഞ്ഞിരുന്നത്? നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ മാത്രമായിരുന്നില്ലേ? നിങ്ങൾ അയാളെ കൊല ചെയ്തിട്ടുമില്ല. ഇതല്ലേ മൊഴി നൽകിയത് നിങ്ങൾ? ആണോ അല്ലയോ എന്ന് മാത്രം ഉത്തരം നൽകുക. അതെ. യുവർ ഓണർ, പൂനെയിൽ നിന്ന് വന്ന മിസ്റ്റർ നരേഷ് കുമാറിന്റെ മരണം ഒക്ടോബർ 1 രാത്രി 7-നും 9-നും ഇടയിലുള്ള സമയം ബ്ലൂ പേൾ കോട്ടേജിൽ വെച്ച് സംഭവിച്ചു. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ഇത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന കത്തിയായിരുന്നു. ഇതിൽ മിസ് ഷർമിളയുടെ വിരലടയാളവും. മിസ് ഷർമിള, ഇനി നിങ്ങൾ പറയും നിങ്ങൾ അവിടെ പോയിട്ടേ ഇല്ല എന്ന്. കറക്റ്റ്? യുവർ ഓണർ, ഈ കേസിൽ എന്റെ ആദ്യത്തെ സാക്ഷി ഇത് തെളിയിക്കും. കൊലയാളി മിസ് ഷർമിള തന്നെയാണെന്ന്. ആ കോട്ടേജിന്റെ ഹൗസ് കീപ്പർ മിസ്റ്റർ കുട്ടി. സാർ, അന്ന് ഞാൻ ഹൗസ് കീപ്പിങ്ങിന്റെ പാൻട്രിയിലായിരുന്നു. മിസ്റ്റർ നരേഷ് കുമാർ അയാളുടെ റൂമിൽ തന്നെ ഡയൽ ചെയ്തു. ഹലോ, ഹൗസ് കീപ്പിംഗ്.
നിങ്ങൾ ഇവിടെ വന്ന് ആ AC ഓഫ് ആക്ക്. ഇവിടെ റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ സാർ, ഞാൻ ഇപ്പോൾ തന്നെ വരാം. ശർമിള, നീ 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 എന്തായി കാണിക്കുന്നേ? നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടേ ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിന്റെ അടുത്ത് വരേണ്ട കാര്യം എന്താണ്? കാരണം നീ നിന്റെ ഭാര്യയുടെ അടുത്ത് തിരിച്ചു പോണെന്ന് ആഗ്രഹിക്കുന്നു. ശർമിള, നീ എന്തായി പറയുന്നേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ സബരീഷിനെ കാണാം. നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ വീട് ഉപേക്ഷിച്ചു, എല്ലാം ഉപേക്ഷിച്ചു. ഇനി നരേഷ്, നീ എന്നെ വിട്ട് പോയാ ഞാൻ നിന്നെ കൊന്നുകളയും. I will kill you. I will kill you. അതിനുശേഷം പിന്നെ ഈ മാഡം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി സാർ. പിന്നെ അടുത്ത ദിവസം മിസ്റ്റർ നരേഷ് കുമാർ മിസ് ഷർമിള, ഇപ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയുമോ? മിസ്റ്റർ നരേഷ് കുമാർ നിങ്ങളുടെ ഒരു സുഹൃത്ത് മാത്രമായിരുന്നു? അത് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി സുശീൽ നേരത്തെ തന്നെ കല്യാണം കഴിച്ചതാണെന്ന്, എന്നെ ഉപേക്ഷിച്ച് തന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ അന്ന് രാത്രി 8 മണിക്ക് നിങ്ങൾ അയാളെ കൊല ചെയ്തു. ആണോ അല്ലയോ? ആണോ അല്ലയോന്ന്? അല്ല, കാരണം 8 മണിക്ക് ഞാൻ എന്റെ ഡാഡിയുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ. മിസ് ജാഫ്രി, നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ ഞാൻ ഇവരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? താങ്ക് യു. എങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ ഒരു സബരീഷിന്റെ കാര്യം പറഞ്ഞു. ആരാത്? ആയിരിക്കുന്നു മിസ്റ്റർ ശബരീഷ്. ഇയാൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളും വഷളായി. ഇയാൾ നരേഷിനെ പ്രേരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അയാൾ എന്നെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു. ആണോ? എന്തിന്? അങ്ങനെ എന്താണ് ചെയ്തത്? ഇയാൾ നരേഷിനെ ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നു. റിയലി? ബ്ലാക്ക്മെയിൽ? എന്ത് കാര്യത്തിന്? എനിക്കറിയില്ല. പക്ഷേ നരേഷ് പറഞ്ഞിരുന്നു ഇയാൾ നരേഷിനോട് 20 ലക്ഷം രൂപ ചോദിക്കുകയാണെന്ന്. 20 ലക്ഷം? യുവർ ഓണർ, ഞാൻ ആഗ്രഹിക്കുന്നു മിസ്റ്റർ സബരീഷ് മുന്നോട്ട് വന്ന് പറയണം അദ്ദേഹം നരേഷ് കുമാറിനോട് 20 ലക്ഷം രൂപ എന്തിനാണ് ചോദിച്ചത്? സർ, ഞാൻ സമ്മതിക്കുന്നു. ഞാൻ മിസ്റ്റർ നരേഷ് കുമാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എന്ന്. കാരണം എനിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ മിസ്റ്റർ നരേഷ് കുമാർ തന്നെയാണ് ഡോക്ടർ സുശീൽ ഭാരതി എന്ന്. ഈ കാര്യം നിങ്ങൾക്ക് എപ്പോൾ, എങ്ങനെ പിടികിട്ടി? സർ, ഞാനൊരു ഇൻഷുറൻസ് ഏജന്റാണ്. 3 വർഷം മുമ്പ് ഡോക്ടർ സുശീൽ ഭാരതി അയാളുടെ പേരിൽ ഒരു 5 കോടിയുടെ പോളിസി എടുത്തിരുന്നു. അത് അയാളുടെ ഭാര്യ ഡോക്ടർ സ്നേഹയ്ക്ക് ആ പ്ലെയിൻ ക്രാഷിന് ശേഷം ലഭിച്ചു. പക്ഷെ എനിക്ക് പിന്നീട് പിടികിട്ടി ഡോക്ടർ സുശീൽ ഭാരതി ജീവനോടെ ഉണ്ടെന്ന ഒരു നരേഷ് എന്ന പേരിൽ. അതുകൊണ്ടാണ് ഞാൻ അയാളെ കാണാൻ അയാളുടെ വീട്ടിലെത്തിയത്. പുതിയ ജീവിതം വളരെ വണ്ടർഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ. സുശീൽ ഭായ് അതോ നരേഷ് ഭായ്? എന്നിട്ട് ഇത് പറ, നിന്നോട് ഈ സത്യം ആരാണ് പറഞ്ഞത്? ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് നേടാനാണ്? ആര്, എന്ത്, എന്തിന്, അതൊക്കെ അങ്ങ് വിട്ടേക്കെന്നേ. നിങ്ങൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി. വളരെയധികം പാടുപെട്ട് നിങ്ങളെ അന്വേഷിച്ച് ഇത്രയും ദൂരം വരെ വന്നതെന്തിനെന്ന? അതേ മായ, അതിന് പുറകെയാണ് നിങ്ങളും പാഞ്ഞെത്തിയത്. പൈസ ഒരുപാട് മുടിപ്പിച്ചു നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയെ. ഇനി ഞാൻ നിങ്ങളെ മുടിപ്പിക്കും. ഒരു 20 ലക്ഷം തന്നേക്ക. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ രഹസ്യം നോക്കൂ. 20 ലക്ഷം എന്ന തുക വളരെ വലിയ തുകയൊന്നുമല്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിക്ക് പിടികിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവരെ കബളിപ്പിച്ചു എന്നാ. അപ്പോൾ 5 കോടി ഉറപ്പായും തിരിച്ചു വാങ്ങും. പിന്നെ സ്യൂട്ടിൽ നിങ്ങൾക്ക് കിട്ടും
10 കൊല്ലത്തെ തടവും. ഇപ്പോൾ വണ്ടർഫുൾ കാര്യം മനസ്സിലായോ? ഞാൻ നിനക്ക് ഒരണ പോലും തരാൻ പോകുന്നില്ല. എങ്കിൽ ശരി, ഞാൻ ഇവിടെ നിന്ന് നേരെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പൊയ്ക്കോളാം. നിങ്ങൾ ജീവനോടെ ഉണ്ടെന്ന വണ്ടർഫുൾ ഗുഡ് ന്യൂസ് കൊടുക്കാൻ. നീ എന്തിന് എന്റെ സത്യാവസ്ഥ പറയണം? ഞാൻ സ്വയം എന്റെ സത്യാവസ്ഥ പറയാൻ പോവുകയാണ്. പിന്നെ നീ എന്ത് ചെയ്യും പറ? എന്ത് ചെയ്യും? എന്ത്? അതെ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ എന്റെ മേലുള്ള മറ സ്വയം നീക്കും. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. എല്ലാ സത്യങ്ങളും ഞാൻ പോലീസിന്റെ അടുത്ത് വെളിപ്പെടുത്താൻ പോവാ. നിങ്ങൾ കോടതിയോട് പറഞ്ഞു മിസ്റ്റർ സബരീഷ്, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി. നരേഷ് കുമാർ തന്നെയാണ് ഡോക്ടർ സുശീൽ ഭാരതി എന്ന്. ഈ കാര്യം നിങ്ങൾക്ക് എപ്പോൾ എങ്ങനെ മനസ്സിലായി? അതെനിക്ക് ഒരു ഫോൺ വന്നിരുന്നു സർ. ആണോ? ആരുടെ? അറിയില്ല, എനിക്ക് ഏതോ ഒരു അപരിചിതന്റെ ശബ്ദമായിരുന്നു. എന്നിട്ട് സുശീൽ ഭാരതിയുടെ സകല ചരിത്രവും പറഞ്ഞു തന്നു. അപ്പോൾ ഏതോ ഒരു അജ്ഞാതൻ ഫോൺ കോളിൽ പറഞ്ഞത് കേട്ട് നിങ്ങൾ ഈ തീരുമാനത്തിലേക്കെത്തി. അങ്ങനെ നിങ്ങൾ സുശീൽ ഭാരതിയെ കണ്ടു. പിന്നെ അയാളുടെ മുന്നിലേക്ക് നിങ്ങൾ ഈ 20 ലക്ഷത്തിന്റെ ആവശ്യം ഉന്നയിച്ചു. ഞാൻ വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയാണ് സർ. സമ്മതിക്കുന്നു, ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന്. പക്ഷെ ഞാൻ അയാളിൽ നിന്ന് ഒരു പൈസയും വാങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? കാരണം സുശീൽ സാറിന്റെ വണ്ടർഫുൾ കാര്യങ്ങൾ കേട്ടതിനു ശേഷം എന്റെ മനസ്സുണർന്നു. സുശീൽ സാർ സ്വയം തന്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ പിന്നെ എന്തിനത് മുതലെടുക്കാൻ വേണ്ടി നോക്കണം സാർ. അതുകൊണ്ട് ഞാൻ വേറൊന്നും പറയാതെ അവിടെ നിന്ന് തിരികെ പോന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ തിരികെ എത്തി. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിക്ക് നിങ്ങൾ ഈ വിവരം നൽകിയോ? കാരണം അത് നിങ്ങളുടെ കടമയാണല്ലോ. പറഞ്ഞല്ലോ, ഞാൻ എല്ലാ വിവരങ്ങളും ഫയൽ ചെയ്തു. റൈറ്റ് മിസ്റ്റർ സബരീഷ്, നിങ്ങൾ ഫയൽ ചെയ്ത റിപ്പോർട്ട് അത് ഒക്ടോബർ 3 ഫയൽ ചെയ്തത്. അതായത് ഡോക്ടർ ഭാരതി മരണപ്പെട്ടതിനു ശേഷം, അതായത് മിസ്റ്റർ നരേഷ് കുമാർ മരണപ്പെട്ട് 2 ദിവസം കഴിഞ്ഞ്. പക്ഷെ നിങ്ങൾ അയാളെ 26-27 ദിവസം മുമ്പാണ് കണ്ടത്. ഇത്രയും ദിവസം എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ? സർ സർ ഞാൻ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളിൽ ബിസി ആയിപ്പോയി സർ. കള്ളം പറയുകയാണ് ഇയാൾ. എല്ലാം നുണയാ. മിസ്റ്റർ സൈഗാൾ, നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങോട്ട് കയറി നിന്ന് പറഞ്ഞോളൂ. ഇയാൾ നുണയാണ് പറയുന്നത് യുവർ ഓണർ. ഇയാൾ ഇത്രയും താമസിച്ചതിന് കാരണം നരേഷ് കൊടുക്കാനായി വിസമ്മതിച്ച ആ തുക എന്റെ മകൾ അയാൾക്ക് കൊടുത്തിരുന്നു, 20 ലക്ഷം രൂപ. ഡാഡി വേണ്ട. ഏയ്, എന്നെ പറയാൻ സമ്മതിക്കുമോളെ. നരേഷ് തന്നെയാണ് ഇയാൾ എന്റെ മോളുടെ അടുത്ത് അയച്ചത് 20 ലക്ഷം രൂപ വാങ്ങാൻ. വണ്ടർഫുൾ. 20 മുഴുവനും ഉണ്ട്. ഇതെന്താ ഷർമിള? ലോക്കറിൽ നിന്ന് പൈസ എടുത്ത നീയാണോ? ശബരീഷ്, നിങ്ങൾ പൊയ്ക്കോളൂ. വണ്ടർഫുൾ. എന്താണിതൊക്കെ? ആ പൈസ? ഡാഡി, നരേഷ് ഇയാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിരുന്നു 20 ലക്ഷം രൂപ. അത് പിന്നീട് തിരിച്ചു തന്നോളൂ. അയാളോടുള്ള സ്നേഹമൂത്ത് നിനക്ക് കണ്ണു കാണാതായോ? അയാൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം നിന്റെ പൈസയിൽ മാത്രമാണ് അയാൾ നോട്ടമിട്ടിരിക്കുന്നത്. നോയിക്കോ, ഒരു ദിവസം അയാൾ നിന്നെ ഉപേക്ഷിച്ച് കടന്നു കളയും. നീ ജീവിതം മുഴുവൻ അതോർത്ത് പശ്ചാത്തപിക്കും. ഡാഡി, ഇത് എന്റെ ലൈഫാണ്. എങ്കിൽ ഈ വീട് എന്റേതാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ശരി, എങ്കിൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങി പൊയ്ക്കോളാം. ഞാൻ പോവാണ് നരേഷിന്റെ അടുത്തേക്ക്. ഷർമിള, നിൽക്ക്. ഷർമിള, ആ മനുഷ്യന് വേണ്ടി നിന്റെ അച്ഛൻ ഉപേക്ഷിക്കുമോ? ഓർത്തോ ഷർമിള, ഒരു ദിവസം നീ ശരിക്കും പശ്ചാത്തപിക്കും. ഐ എം സോറി ഡാഡി. ഡാഡി പറഞ്ഞത് ശരിയായിരുന്നു. ഞാൻ നരേഷിനെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ നരേഷിനെ സ്നേഹിച്ച് വലിയ തെറ്റാണ് ചെയ്തത്. പക്ഷേ ഞാനല്ല നരേഷിനെ കൊന്നത്. എനിക്കറിയാം മോളെ, എനിക്കറിയാം. യുവർ ഓണർ, ഇയാളാണ്
ഇയാളാണ് നരേഷിനെ കൊന്നത്. ശബരീഷിന്റെ കയ്യിൽ എന്റെ 20 ലക്ഷം രൂപയുണ്ട്. അയാൾക്ക് പേടിയായിരുന്നു നരേഷ് പോലീസിനോടെല്ലാം പറഞ്ഞു കളഞ്ഞാൽ 20 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ കുറ്റത്തിന് അവൻ ജയിലിലാകുമെന്ന്. അതെ യുവർ ഓണർ, ഈ പേടി കൊണ്ട് ഇയാൾ തന്നെയാണ് നരേഷിനെ കൊന്നത്. ഇയാൾ തന്നെ. കള്ളം. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല. ഞാൻ ആരെയും കൊന്നിട്ടുമില്ല. അന്ന് രാത്രി രാജ തിയേറ്ററിൽ ഒരു വണ്ടർഫുൾ പിക്ചർ കാണാൻ പോയിരുന്നു. ഇതാ എന്റെ ടിക്കറ്റ്. കൊള്ളാമല്ലോ സർ, നിങ്ങൾ സിനിമ കാണാൻ പോയിട്ട് ടിക്കറ്റും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. സർ, ഈ പെണ്ണ് അവളുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി നുണ പറയുകയാണ് സർ. യു മീൻ സ്വയം രക്ഷിക്കാൻ? ഓർ ഡു യു മീൻ സ്വന്തം അച്ഛനെ? സ്വന്തം അച്ഛനെ? ഞാൻ വിചാരിച്ചു ഞാൻ ഇവരുടെ സത്യം ഒളിച്ചു വെക്കാമെന്ന്. എന്നിട്ട് ഈ മനുഷ്യൻ എന്നെ തന്നെ കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ജഡ്ജി സാർ, സുശീൽ ഭാരതിയുടെ സത്യം എന്നോട് വിളിച്ചു പറഞ്ഞ ആ ഫോൺ കോൾ മറ്റാരുടെയുമല്ല, മിസ്റ്റർ സൈഗാളിന്റെ ആയിരുന്നു. ഞാൻ സമ്മതിക്കുന്നു. സുശീൽ ഭാരതിയെ കുറിച്ച് ഞാനാണ് ഇയാളോട് പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ സുശീൽ ഭാരതി നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ? അതെ, ഞാൻ സുശീലിനെ ജയിലിൽ അയക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ ദൗർഭാഗ്യവശാൽ മിസ്റ്റർ സൈഗാൾ അങ്ങനെ നടന്നില്ല. നിങ്ങളുടെ മകൾ നിങ്ങളുടെ 20 ലക്ഷം രൂപ മിസ്റ്റർ സബരീഷിന് കൊടുത്തു. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരുപക്ഷെ സുശീൽ എന്റെ മകളുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ. മിസ്റ്റർ സൈഗൾ, മിസ്റ്റർ സുശീലിന്റെ വരവ് നിങ്ങളുടെ കൈകളിലല്ലായിരുന്നു, പക്ഷെ അയാളുടെ പോക്ക് നിങ്ങളുടെ കൈകളിലുണ്ടായിരുന്നു ഉറപ്പായിട്ടും. എനിക്ക് മിസ്റ്റർ സബരീഷിന്റെ വാക്കുകളിൽ വിശ്വാസമായി തുടങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങളൊന്നുമല്ലല്ലോ കൊല ചെയ്തത് മിസ്റ്റർ ഭാരതിയെ? അല്ല, ഞാനല്ല അയാളെ കൊന്നത്. പിന്നെ കൊല നടന്നന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിലായിരുന്നു. പിന്നെ ഷർമിളയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഷർമിളയും നിങ്ങളും നിങ്ങളുടെ വീട്ടിലായിരുന്നു. മിസ്റ്റർ സബരീഷ് തിയേറ്ററിൽ സിനിമ കാണുകയായിരുന്നു. പിന്നെ ആരാണ് കൊല ചെയ്തത് ഡോക്ടർ ഭാരതിയെ? മിസ്റ്റർ കെ ഡി പാഠക്. യെസ്, പറയൂ. നല്ല ചോദ്യമാണ്. ചെല്ലു, നിങ്ങളുടെ സീറ്റിൽ ചെന്നിരുന്ന് അതിനെക്കുറിച്ച് ആലോചിക്കൂ. അതുവരെ ഞാൻ ഇദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ഓക്കെ? മിസ്റ്റർ സൈഗാൾ, ആ രഹസ്യം ഡോക്ടർ സുശീൽ ഭാരതി നിങ്ങളുടെ മകളോട് പോലും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ പിടികിട്ടി? അത് ഒരു ഡിറ്റക്റ്റീവിലൂടെ ഞാൻ സുശീൽ ഭാരതിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ആ ഡിറ്റക്റ്റീവിന്റെ പേര്, നമ്പറോ എന്തെങ്കിലും ഞങ്ങൾക്ക് അയാളുടെ മൊഴിയെടുക്കാനായിട്ട്? പേരെനിക്ക് ഓർമ്മയില്ല ഇപ്പോ. അയാളുടെ നമ്പരും എന്റെ കയ്യിൽ ഇപ്പോഴില്ല. വിചിത്രമാണല്ലോ. ശരി, നിങ്ങൾക്ക് നരേഷിന്റെ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള സത്യം മനസ്സിലായപ്പോ നിങ്ങൾ നിങ്ങളുടെ മകളോട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഇല്ല സർ. നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം മകളുടെ കണ്ണ് തുറപ്പിക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല. മിസ്റ്റർ സൈഗാൾ, നിങ്ങൾ ഞങ്ങളോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. എന്താണത്? പറയൂ. ഇപ്പൊ എനിക്ക് സംശയം തോന്നുന്നുണ്ട്, ഡോക്ടർ സുശീൽ ഭാരതിയുടെ കൊല ഷർമിളയല്ല, നിങ്ങളാണ് ചെയ്തതെന്ന്. ഇല്ല, ഡാഡി ഒന്നും ചെയ്തിട്ടില്ല. എന്റെ അടുത്തുനിന്നൊന്നും മറച്ചു വെച്ചിട്ടുമില്ല. ഒരു ഡിറ്റക്റ്റീവും ഇല്ലായിരുന്നു. ഞാൻ തന്നെയാണ് ഡാഡിയോട് നരേഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അതിനർത്ഥം എന്റെ സംശയം ശരിയായി എന്നാണ്. ഷർമിളയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു സുശീൽ ഭാരതി നരേഷ് കുമാർ ഒരാളാണെന്ന്. ആണോ അല്ലെന്ന് മാത്രം പറയൂ. അതെ. ഷർമിള, എന്താണ് നിങ്ങൾ പറയുന്നത്? ഇനി നിങ്ങൾ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി എന്താ ശരിക്കും നേരത്തെ തന്നെ ഈ കാര്യം അറിയാമായിരുന്നോ? കോടതിയിൽ സത്യം മാത്രമേ പറയാവൂ ഷർമിള. അതെനിക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. സുശീൽ ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന്. സുശീലും ഞാനും
കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് പരിചയക്കാരായിരുന്നു. പക്ഷേ സ്നേഹ അവരുടെ വിവാഹ ജീവിതത്തിൽ സന്തുഷ്ടയായിരുന്നില്ല. ജീവിതം ഞങ്ങൾക്കൊരവസരം തന്നതാണ് ഞങ്ങൾ 3 പേരും സ്വതന്ത്രരാവാൻ. 3 വർഷങ്ങൾക്ക് മുൻപ് സുശീൽ ഒരു ഫ്ലൈറ്റിൽ മുംബൈയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോവാനിരിക്കുകയായിരുന്നു. പക്ഷേ എയർപോർട്ടിലെ ഷോപ്പിംഗ് സെന്ററിൽ ബിസി ആയതുകൊണ്ട് സുശീലിന് ബോർഡിംഗ് അനൗൺസ്മെന്റ് കേൾക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആ ഫ്ലൈറ്റ് മിസ്സായി. അതുകൊണ്ട് പ്ലെയിൻ ക്രാഷ് ആയപ്പോ സുശീലിന്റെ പേര് പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എങ്കിൽ സുശീല തെറ്റിദ്ധാരണ മാറ്റാത്തത് എന്താണ്? ഇത്രയും വർഷം മറച്ചുവെച്ച എന്തിനാണ്? സുശീലിന്റെ പേരിൽ 5 കോടിയുടെ ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു. അതിന്റെ ഏക അവകാശി സ്നേഹയായിരുന്നു. പകുതിയിലധികം ബോഡീസ് കണ്ടുകിട്ടാതിരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതാണ് ശരിയായ അവസരം. സ്നേഹയെ സുശീലിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ. സുശീൽ തന്നെ ആ പ്ലെയിൻ ക്രാഷിൽ സ്വയം മരണപ്പെട്ടതായി പ്രഖ്യാപിച്ചു. എന്നിട്ട് സുശീൽ ഭാരതിയെ കൊന്ന് ഒരു പുതിയ ഐഡന്റിറ്റി ഉണ്ടാക്കി, നരേഷ് കുമാറിന്റെ. പിന്നീട് അയാൾ എന്റെ കൂടെ വന്നു. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിതം കഴിച്ചുകൂട്ടുകയായിരുന്നു. ഇവിടെ സ്നേഹയും സന്തുഷ്ടയായിരുന്നു. കാരണം അവർക്ക് സുശീലിന്റെ വ്യാജ മരണവാർത്ത കൊണ്ട് 5 കോടിയുടെ ലാഭം ഉണ്ടായി. പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം നരേഷ് കുമാർ അഥവാ ഡോക്ടർ സുശീൽ ഭാരതിയുടെ മനസ്സിൽ ഒരു ഭൂതോദയം ഉണ്ടായി. അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് സ്നേഹയുടെ അടുത്ത് ചെല്ലണം, എന്നിട്ട് അവരോട് ക്ഷമ ചോദിക്കണമെന്ന്. ഇക്കാര്യം നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നപ്പോ കോട്ടേജിൽ താമസമാക്കിയപ്പോ നിങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ കൊല ചെയ്തു. അല്ല, ഞാനല്ല കൊന്നത് സുശീലിനെ. നിങ്ങൾ തന്നെയാണ് സുശീൽ ഭാരതിയെ നരേഷ് കുമാർ ആക്കാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം തിരിച്ച് സുശീലാകാൻ ആഗ്രഹിച്ചപ്പോ നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു. അതേ ശർമിള, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഞാനല്ല കൊന്നത് സുശീലിനെ. ഞാനല്ല കൊന്നത് സുശീലിനെ. എന്നെ വിശ്വസിക്കും, ഞാനല്ല കൊന്നത്. ഞാനല്ല കൊന്നത്. ഞാൻ നിരപരാധിയാണ്. ഞാൻ കൊന്നിട്ടില്ല. ഞാൻ കൊല ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻഷുറൻസ് ഏജന്റ് ശബരീഷിന് വേണ്ടിയിരുന്നത് പൈസയാണ്. സൈകളിന് അയാളുടെ മകളെയും. അതായത് 2 പേരുടെ അടുത്തും ഡോക്ടർ ഭാരതിയെ കൊല്ലാൻ മതിയായ കാരണമുണ്ടായിരുന്നു. സർ, എനിക്ക് തോന്നുന്നത് ശർമ്മള അവരുടെ അച്ഛനെ രക്ഷിക്കുകയാണെന്നാ. അങ്ങനെയും ആവാം. പക്ഷെ എന്റെ ബലമായ സംശയം ഇപ്പോഴും ശബരീഷിൽ തന്നെയാണ്. എക്സ്ക്യൂസ് മീ സർ. യെസ്, താങ്ക് യു സർ. 100 കള്ളം പറഞ്ഞ കാർഡിന്റെ ഒരു കോപ്പി പ്രിന്ററുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. സർ നോക്കൂ. You are invited to grace the wedding of Dr. Sneha with Dr. Abhimanyu on the 23rd of October. ഒക്ടോബർ 23 നിങ്ങളും ഡോക്ടർ അഭിമന്യുവുമായുള്ള വിവാഹമാണ്. വളരെ സന്തോഷകരമായ വാർത്തയാണ്. അതെ, എന്തുകൊണ്ട് പാടില്ല? ഡോക്ടർ അഭിമന്യു എന്നെ ആ സമയത്ത് താങ്ങി നിർത്തി. എനിക്ക് ഏറ്റവും അധികം സഹായം വേണ്ടിയിരുന്ന സമയത്ത് എനിക്കിത് അറിയുക പോലും ഇല്ലായിരുന്നു സുശീൽ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഈ കാര്യം നിങ്ങൾ എങ്ങനെ അറിയാനാണ്? പക്ഷെ ഡോക്ടർ സ്നേഹ, നിങ്ങൾ ഇത് വിശ്വസിക്കുന്നു? വിവാഹത്തിന് മുമ്പ് ഡോക്ടർ സുശീൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അപ്പോൾ വിവാഹം മുടങ്ങിപ്പോകും, അങ്ങനെ വിശ്വസിക്കുന്നു? അറിയില്ല. പക്ഷെ ഇതിനു മുമ്പ് സുശീൽ എന്റെ മുന്നിൽ വരികയും എന്നോട് എന്തെങ്കിലും പറയുകയും ചെയ്യുന്നതിന് മുമ്പ് ഈ സ്ത്രീ അയാളെ കൊന്നുകളഞ്ഞു. പക്ഷേ ഇത് പറയാതെ വയ്യ ഡോക്ടർ സ്നേഹ. നിങ്ങൾ സുശീലിന്റെ മരണം കൊണ്ട്, അയാളുടെ കൊലപാതകം കൊണ്ട് വളരെ ദുഃഖിതയോ തകർന്നതായോ തോന്നുന്നില്ല? എന്തിനുള്ള ദുഃഖം? ഒരാളുടെ മരണത്തിന്റെ ദുഃഖം ഒരു തവണ ആചരിക്കാൻ പറ്റുള്ളൂ മിസ്റ്റർ KD പാഡക്. രണ്ടാമതില്ല. സുശീൽ എന്റെ കണ്ണിൽ 3 വർഷം മുമ്പ് മരിച്ചു കഴിഞ്ഞതാണ്. എന്നോട് കള്ളം പറഞ്ഞ ആ വ്യക്തി
എന്നെ കബളിപ്പിച്ച് എനിക്കൊരു വിധവയുടെ ജീവിതം തന്ന് ഈ സ്ത്രീയുടെ കൂടെ ജീവിതം കഴിക്കാൻ ആഗ്രഹിച്ച അയാൾക്ക് വേണ്ടി കരച്ചിലും പിഴിച്ചിലും. ഞാൻ പറയുന്നത് നടന്നതെല്ലാം ശരിയായതാണെന്ന്. പിന്നെ നിങ്ങളുടെ പക്ഷത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നടന്നത് വളരെ ശരിയാണ്. പക്ഷേ ഡോക്ടർ സ്നേഹ, ഇനി സുശീൽ തിരിച്ചു വന്നെങ്കിൽ, എല്ലാവരുടെ മുന്നിൽ സത്യം തുറന്നു കാട്ടിയെങ്കിൽ, അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി തന്ന തുക 5 കോടി രൂപ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നഷ്ടപ്പെടുമായിരുന്നു. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഞാൻ സ്നേഹത്തിനും പൈസയ്ക്കും വേണ്ടിയിട്ട് സുശീലിനെ കൊന്നു കളഞ്ഞു. എനിക്ക് അറിയുക പോലും ഇല്ലായിരുന്നു അയാൾ ജീവനോടെ ഉണ്ടെന്നും എവിടെയാണെന്നും. ഈ കാര്യം നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ പറയുകയാണ് ഡോക്ടർ? Of course I am sure, very sure. യുവർ ഓണർ, ഞാൻ ഈ കേസിന്റെ ആദ്യ വാദത്തിൽ തന്നെ പറഞ്ഞതുപോലെ മിസ്റ്റർ ഭാരതി കൊലയുടെ തലേ രാത്രി, അതായത് സെപ്റ്റംബർ 30-ന് ഫോൺ ചെയ്തിരുന്നു എന്റെ സഹായം ചോദിക്കുന്നതിന് വേണ്ടി. അദ്ദേഹത്തിന്റെ ഫോൺ റെക്കോർഡ്സിൽ നിന്നും വ്യക്തമാണ് കൊലയുടെ ദിവസവും അദ്ദേഹം ഫോൺ ചെയ്തിരുന്നുവെന്ന്. ആരെ? ഒരു പ്രൈവറ്റ് അൺലിസ്റ്റഡ് മൊബൈൽ നമ്പറിൽ. വളരെയേറെ പരിശ്രമത്തിനൊടുവിൽ അറിയാൻ കഴിഞ്ഞത് ഈ പ്രൈവറ്റ്, അതായത് ഈ അജ്ഞാത നമ്പർ ആരുടെയാണെന്ന്. യുവർ ഓണർ, ഈ അജ്ഞാത നമ്പർ ഡോക്ടർ സ്നേഹയുടേതാണ്. കൊലയുടെ ദിവസം, അതായത് ഒക്ടോബർ 1-ന് ഡോക്ടർ ഭാരതി നിങ്ങളെ 4:29 ഫോൺ ചെയ്തിരുന്നു. ചെയ്തോ ഇല്ലയോ? വെയിറ്റ് എ മിനിറ്റ്. എനിക്ക് അന്ന് വൈകിട്ട് 4:30 അടുപ്പിച്ച് ഒരു ഫോൺ കോൾ തീർച്ചയായും വന്നിരുന്നു. ബട്ട് ഇറ്റ് വാസ് an unknown നമ്പർ. ഏതോ പ്രൈവറ്റ് നമ്പർ ആയിരുന്നു. ഞാൻ ഹലോ ഹലോ പറഞ്ഞു. അപ്പുറത്തുനിന്ന് എനിക്ക് ഒരു ശബ്ദവും കേൾക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഡിസ്കണക്ട് ചെയ്തു. അതിശയപ്പെടുത്തുന്ന കാര്യമാണ് ഡോക്ടർ സ്നേഹ. കാരണം ഫോൺ റെക്കോർഡ്സ് പറയുന്നത് നിങ്ങൾ 6:09 സംസാരിച്ചു എന്നാണ് അവരുമായിട്ട്. എന്ത്? അതെ, കൊലയുടെ ദിവസം ഡോക്ടർ ഭാരതി നിങ്ങളെ ഫോൺ ചെയ്തിരുന്നോ അതോ ഇല്ലയോ? സംസാരിച്ചിരുന്നോ ഇല്ലയോ? ഹലോ സ്നേഹ. ഹലോ, ഞാനാ സുശീൽ. സുശീൽ? ആ, ഞാൻ ജീവനോടെ ഉണ്ട്. എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ സുശീൽ? നിങ്ങൾ എന്നോട് ഇത്രയും വലിയ നുണ പറഞ്ഞ എന്തിനാ? ഇത്രയും വലിയ ചതി ചെയ്ത എന്തിനാ എന്നോട്? നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ വിധവയായിട്ട് ജീവിക്കുക. അങ്ങനെ പറയരുത്. എനിക്ക് ഒരവസരം കൊടുത്താ സുശീൽ, എനിക്ക് നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? വേണ്ട സുശീൽ, ഇങ്ങോട്ട് വരണ്ട. നിങ്ങളുടെ അഡ്രസ് ഇതാ. ഞാൻ അങ്ങോട്ട് വരാം നിങ്ങളെ കാണാൻ. പറയ്, അഡ്രസ് പറയ്. ഡോക്ടർ ഭാരതിയോട് സംസാരിച്ചതിനു ശേഷം, അയാളുടെ സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷം നിങ്ങൾ നേരെ ബ്ലൂ പേൾ കോട്ടേജിലെത്തി. അവിടെ വെച്ച് നിങ്ങൾ അയാളുടെ കൊല നടത്തി. നിങ്ങൾക്ക് ആ 5 കോടി രൂപ ഇൻഷുറൻസ് തുക തിരികെ നൽകാതിരിക്കാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ വിവാഹത്തിനും തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ. Am I right? Or am I right? അല്ല, അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല. സുശീൽ ജീവനോടെ ഉണ്ട്. ഈ വാർത്ത കേട്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. എനിക്ക് സുഖമില്ലാതായി. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി. നിങ്ങൾക്ക് ഈ കാര്യം ഡോക്ടർ അഭിമന്യുവിനോട് ചോദിക്കാവുന്നതേ ഉള്ളൂ. Thank you for the suggestion. ഡോക്ടർ അഭിമന്യു. അതെ, ഞാൻ എൻ്റെ ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു സ്നേഹ പോകുന്ന സമയത്ത്. അവർ പറഞ്ഞു അവർക്ക് സുഖമില്ലായിരുന്നു എന്ന്.
വളരെ പരിഭ്രമിച്ചിരിക്കുന്നത് പോലെ തോന്നി. ഇൻഫാക്റ്റ് അന്ന് രാത്രി ഞാൻ അവരെ വിളിക്കുകയും ചെയ്തു. ഏകദേശം 9 മണി അടുപ്പിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി അറിയാൻ. അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഡോക്ടർ സ്നേഹയുടെ വീട്ടിലെ സ്റ്റാഫിന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, പിന്നെ അവരുടെ വീട്ടിലെ ലാൻഡ് ലൈൻ ബിൽ. ഇതിൽ നിന്ന് വ്യക്തമാണ് ഡോക്ടർ സ്നേഹ കൊല നടന്ന രാത്രി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. മിസ്റ്റർ ശബരീഷ് തിയേറ്ററിൽ ഫിലിം കാണുമായിരുന്നു. അതിനർത്ഥം കൊല ചെയ്തത് ശബരീഷും അല്ല, ഡോക്ടർ സ്നേഹയുമല്ല. ബാക്കിയുള്ളത് മിസ്റ്റർ സൈഗാൾ. അദ്ദേഹം മകളെ രക്ഷിക്കാൻ വേണ്ടി നുണ പറയുകയായിരുന്നു. അദ്ദേഹം അവരോടൊപ്പം വീട്ടിലായിരുന്നു എന്ന്. ഡോക്ടർ സർ, ഇത് പറയൂ, ഈ ഡോക്ടർ സ്നേഹയും സുശീലും തമ്മിൽ നടന്ന ആ സംഭാഷണം, അതിനെക്കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ ഡോക്ടർ സ്നേഹ? ഇല്ല. ഇൻഫാക്ട് ഇത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇങ്ങനെ എങ്ങാനുമാണോ നിങ്ങൾ ഡോക്ടർ സ്നേഹയും ഡോക്ടർ സുശീലും തമ്മിലുള്ള സംഭാഷണം ഓവർഹിയർ ചെയ്ത് കേട്ടു? അത് കേട്ടതിനു ശേഷം നിങ്ങൾ നേരെ ഡോക്ടർ ഭാരതിയുടെ മുറിയിലെത്തി അയാളുടെ കൊല നടത്താൻ. കാരണം അയാൾ ജീവനോടെ ഇരുന്നാൽ നിങ്ങളും ഡോക്ടർ സ്നേഹയും തമ്മിലുള്ള വിവാഹം അത് സഫലമാവില്ലായിരുന്നു. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, കൊല നടന്ന സമയം ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റിനൊപ്പമായിരുന്നു. ആണോ? പേഷ്യന്റിനോടൊപ്പമായിരുന്നു നിങ്ങൾ? എവിടെ? എൻ്റെ ക്ലിനിക്കിൽ. ഞാൻ അവരുടെ ടീത്ത് എക്സ്ട്രാക്ട് ചെയ്യായിരുന്നു. ഇൻഫാക്ട് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാ അവിടെ ഇരിക്കുന്നു മിസ്സസ് മീന. അതെ, അന്ന് രാത്രി 8:30 ഡോക്ടർ അഭിമന്യൻ എന്റെ പല്ലെടുക്കുകയായിരുന്നു. അപ്പൊ ഡോക്ടർ അഭിമന്യു കൊല ചെയ്യുന്നത് അസാധ്യമാണ്. കെടി, ഇനി നിങ്ങളുടെ ഒരു സാക്ഷിയും ബാക്കിയില്ല. സമ്മതിച്ചോളൂ കൊല ചെയ്തത് മിസ് ഷർമിള തന്നെയാണെന്ന്. ഞാൻ പോയിക്കോട്ടെ മോനെ, എനിക്ക് ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. ശരി മിസ്സസ് മീന, നിങ്ങൾ ഇരുന്നോളൂ. താങ്ക് യു. ഡോക്ടർ അഭിമന്യൻ വളരെ നല്ല ഡെന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ആരെയും കൊല്ലാൻ സാധിക്കില്ല. എന്തുകൊണ്ട് മിസ്സസ് മീന? കാരണം അദ്ദേഹം വേദന കൂടാതെ നിങ്ങളുടെ പല്ലെടുത്തു എന്നതുകൊണ്ടോ? അതെ, ഞാൻ വളരെ നന്നായിട്ട് ഉറങ്ങി. എഴുന്നേറ്റപ്പോ പല്ലെന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എക്സ്ക്യൂസ് മീ, ഉറങ്ങിയോ? എന്താണ് അതിനർത്ഥം? ഉറങ്ങിയെന്ന് പറഞ്ഞാൽ? അതെ, ബോധം കെടുത്തിയിരുന്നു. പല്ലെടുക്കുമ്പോ നല്ല വേദന ഉണ്ടാവും. എനിക്കാണെങ്കിൽ വേദന ഒരുപാട് സഹിക്കാനും കഴിയില്ല. പിന്നെ ഒരുപാട് സമയം എടുക്കുമെന്നും പറഞ്ഞു. അതായത് ഡോക്ടർ അഭിമന്യു നിങ്ങൾക്ക് ലോക്കൽ അനസ്തേഷ്യയ്ക്ക് പകരം ജനറൽ അനസ്തേഷ്യ തന്ന് മുഴുവനായി ബോധം കെടുത്തിയിരുന്നു. ഒബ്ജെക്ഷൻ യുവർ ഓണർ, ഇതെന്താ ഡെന്റൽ ക്ലാസ് നടത്തുകയാണോ? യുവർ ഓണർ, എന്റെ ചോദ്യത്തിന് ഈ കേസുമായി വളരെ വ്യക്തമായ ബന്ധമുണ്ട്. അനുവദിച്ചിരിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. പറയൂ മിസ്സസ് മീന, എത്ര സമയത്തേക്ക് അബോധാവസ്ഥയിലായിരുന്നു നിങ്ങൾ? ഏകദേശം ഒരു 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ? ഡോക്ടർ അഭിമന്യു, എന്റെ അറിവനുസരിച്ച് പല്ലെടുക്കുന്ന സമയം ലോക്കൽ അനസ്തേഷ്യയാണ് നൽകുന്നത്. അതായത് മോണം മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മിസ്സസ് മീനയെ മുഴുവനായി ബോധം കെടുത്തി. എന്തെങ്കിലും പ്രത്യേക കാരണം? അത് കോംപ്ലിക്കേറ്റഡ് എക്സ്ട്രാക്ഷൻ ആയിരുന്നു. അതുകൊണ്ട്. അപ്പോ ഏത് മോണയിലായിരുന്നു ബുദ്ധിമുട്ട്? മുകളിലത്തേതോ താഴത്തെ? അത് ലോവർ ലെഫ്റ്റ് ജോ വിസ്ഡം ടൂത്ത്. ലെഫ്റ്റ് ലോവർ ജോ വിസ്ഡം ടൂത്ത്. പക്ഷേ താഴത്തെ പല്ലെടുക്കാൻ വളരെ എളുപ്പമല്ലേ, റൈറ്റ്? ഡെന്റിസ്റ്റ് ഞാനാണോ നിങ്ങളോ? നോക്കൂ, വളരെ ബുദ്ധിമുട്ടുള്ള പ്രൊസീജിയർ ആയിരുന്നു. ഓഫ് കോഴ്സ്, നിങ്ങൾ ഡെന്റിസ്റ്റാണ്. നിങ്ങളുടെ അറിവ് എന്നേക്കാൾ കൂടുതലാണ്. പക്ഷേ ഒരു സിമ്പിൾ ടൂത്ത് എക്സ്ട്രാക്ഷന് വേണ്ടി നിങ്ങൾ 1.5 മണിക്കൂർ അവരെ ജനറൽ അനസ്തേഷ്യയുടെ അണ്ടറിൽ കിടത്തി. നിങ്ങൾക്കിത് കുറച്ച് കൂടുതലായി തോന്നുന്നില്ലേ? അതും ഒരു ഡയബറ്റിക്കിനെ. അവരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ജീവൻ ആപത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തു പറയുന്നു ഡോക്ടർ? എനിക്കറിയാം. പിന്നെ നിങ്ങൾ ഇതറിഞ്ഞിരുന്നിട്ടും നിങ്ങൾ മിസ്സസ് മീനെ 1.5 മണിക്കൂർ ആപത്തിൽ നിർത്തി. കാരണം നിങ്ങൾക്ക് ആ 1.5 മണിക്കൂർ വേണമായിരുന്നു. നിങ്ങൾ ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി ബ്ലൂ പേൾ കോട്ടേജിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന് മിസ്റ്റർ ഭാരതിയുടെ കൊല നടത്തി. ഓർഡർ സൈലൻസ് ഇൻ ദ കോർട്ട് പ്ലീസ്. ഇല്ല, ഞാൻ അങ്ങനെയല്ല. എങ്കിൽ പിന്നെ നിങ്ങൾ മിസ്സസ് മീനെ
1.5 മണിക്കൂർ അബോധാവസ്ഥയിൽ നിർത്തിയത് എന്തിനാണ്? നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താ പറഞ്ഞു വരുന്നത്? ഞാനാണ് സുശീലിനെ കൊന്നത്, ഞാൻ കൊന്നെന്നാണ് പറഞ്ഞു വരുന്നത്. അതെ, പക്ഷേ ഈ കാര്യം ഞാനല്ല തെളിയിക്കാൻ പോകുന്നത്. ഈ കാര്യം സ്വയം ഡോക്ടർ ഭാരതി തെളിയിക്കും, എന്നെ ഫോൺ ചെയ്ത്. ഓർഡർ സൈലൻസ് ഇൻ ദ കോർട്ട് പ്ലീസ്. വാട്ട്? സുശീൽ ഭാരതി നിങ്ങളെ ഫോൺ ചെയ്യുന്നോ മരണത്തിന് ശേഷം? അതെ പ്രോസിക്യൂട്ടർ മാഡം, ഒരു തവണ മരിച്ച് ജീവനോടെ വരാമെങ്കിൽ രണ്ടാമത് എന്തുകൊണ്ട് പാടില്ല? ഡോക്ടർ അഭിമന്യു, സന്തോഷ വാർത്തയാണ്, ഡോക്ടർ ഭാരതി ജീവിച്ചിരിപ്പുണ്ട്. പോലീസ് അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ വരുന്നുണ്ടാവും. നടക്കില്ല ഡോക്ടർ അഭിമന്യു, ഇത് ഉറപ്പായി നടക്കും. സ്പീക്കർ ഫോൺ. യെസ് ഡോക്ടർ ഭാരതി, പറയൂ. ഞാൻ സുശീലാണ് സംസാരിക്കുന്നത്. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ഒരു തവണ കൂടെ രക്ഷപ്പെട്ടു. ഞാൻ എന്റെ സ്നേഹിയെ തിരിച്ചു വിളിക്കാൻ വരും. എന്നെ കൊല്ലാൻ ശ്രമിച്ചത് വേറെ ആരുമല്ല. അത് എന്ത് വേണ്ടതിനാണ്? ഞാൻ മരിച്ചു കഴിഞ്ഞു സുശീൽ. ഇല്ല, ഞാൻ ജീവനോടെയുണ്ട്. യുവർ ഓണർ, ഞാൻ അയാളുടെ ശ്വാസം ചെക്ക് ചെയ്താണ്. മരിച്ചു കഴിഞ്ഞിരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ഡോക്ടർ അഭിമന്യു, ഒന്ന് കോടതിയോട് പറയാനുള്ള ബുദ്ധിമുട്ടെടുക്കാമോ? എവിടെ വെച്ചാണ് ചെക്ക് ചെയ്തത് ഡോക്ടർ ഭാരതിയുടെ ശ്വാസം? ഡോക്ടർ അഭിമന്യു, നിങ്ങളുടെ ക്ലിനിക്കിലോ അതോ ബ്ലൂ പെൽ കോട്ടേജിലോ? കോട്ടയം. ക്ഷമിക്കണം യുവർ ഓണർ, ഈ ഫോൺ കോൾ ഒബ്വിയസ്ലി ഡോക്ടർ ഭാരതിയുടെ അല്ല, എന്റെ അസിസ്റ്റന്റ് ആണ് ചെയ്തത്. പക്ഷെ ഈ കാരണം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കുറ്റസമ്മതം കേൾക്കാൻ കഴിഞ്ഞു. ഡോക്ടർ അഭിമന്യു, സത്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൈയോടെ ശരിക്കുണ്ടായ കഥ കൂടി പറഞ്ഞു കേൾപ്പിക്കൂ. അത് ഞാൻ സ്നേഹയുടെ സംസാരം കേട്ടിരുന്നു. അവർ പോയതിനു ശേഷം ഞാൻ അവരുടെ റൈറ്റിംഗ് പാഡിൽ പെൻസിൽ കൊണ്ട് റബ്ബ് ചെയ്ത് സുശീലിൻ്റെ അഡ്രസ്സ് എടുത്തു. പിന്നെ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. ഞാൻ മിസ്സസ് മീനയെ ബോധം കെടുത്തി. എന്നിട്ട് വേഗം ബ്ലൂ പേൾ കോട്ടേജിലെത്തി. അവിടെ ചെന്ന് സുശീലിൻ്റെ കൊല നടത്തി. അതിനുശേഷം തിരികെ ക്ലിനിക്കിലെത്തി. മിസ്സസ് മീനയുടെ പല്ലെടുത്തു. യുവർ ഓണർ, ഇതെല്ലാം ഞാൻ സ്നേഹയുടെ സ്നേഹം പിടിച്ചു പറ്റാനാണ് ചെയ്തത്. എനിക്ക് തോന്നി അവർ ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. എങ്കിൽ എൻ്റെ കാര്യം എന്താവും? ഷർമിള നിരപരാധിയാണ്. ഡോക്ടർ അഭിമന്യുവിന്റെ കുറ്റസമ്മതത്തിന് ശേഷം ഈ കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. സുശീൽ ഭാരതിയുടെ കൊലപാതകം ഡോക്ടർ അഭിമന്യു തന്നെയാണ് ചെയ്തതെന്ന്. അതിനാൽ ഈ കോടതി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ ഉത്തരവിടുന്നു. കൂടാതെ ഷർമിളയെ നിരുപാധികം വിട്ടയക്കുന്നു. The case is closed. എന്റെ സമയവും വരും കേടി. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ജീവനോടെ വരാൻ സാധിക്കുമെങ്കിൽ, പിന്നെ വീണ്ടും മരിക്കാൻ കഴിയുമെങ്കിൽ, എനിക്ക് പലതവണ തോറ്റിട്ട് ഒരു തവണ നിങ്ങളോട് ജയിക്കാനും സാധിക്കും. ഓഫ് കോഴ്സ്, ജയിക്കുക തന്നെ വേണം നിങ്ങൾ. പക്ഷേ പ്രോസിക്യൂട്ടർ മാഡം, ജയത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ സത്യത്തിന്റെ പിടി വിടാനും പാടില്ല നിങ്ങൾ.
റൈറ്റ് നാ മിസ്റ്റർ- ആണോ അല്ലയോ എന്ന് മാത്രം മറുപടി നൽകണം. ആണോ അല്ലയോ? Your Honor, വണ്ടി ഇടിച്ചു കൊന്ന the so-called murdered Mr. സിദ്ധാർത്ഥ് രാമോഹൻ, അയാളെക്കുറിച്ച് വളരെ രസകരമായ വിവരം ലഭിച്ചിട്ടുണ്ട് എനിക്ക്. അതാരായിരുന്നു മിസ്റ്റർ രാമോഹന്റെ പേരിൽ ഹോട്ടലുകളിൽ മിസ്സസ് സംയുക്തയെ കൂട്ടിമുട്ടിച്ചിരുന്നത്? അതാരായിരുന്നു മിസ്സസ് സംയുക്തയ്ക്ക് ബന്ധമുണ്ടായിരുന്ന ആ ആൾ? കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോകൾ കാണാം.